ഹായ് മക്കളെ, അനലിസ്റ്റ് കേരാഫെഡ് എക്സാം ഇന്ന് കഴിഞ്ഞു 26 നവംബർ. എക്സാമിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ ഈസി എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു പേപ്പർ ഞാൻ കണ്ടിട്ടില്ല എന്ന് തന്നെ എനിക്ക് തോന്നുന്നു. അത്രയും ഈസിയാണ്. ഫിസിക്കൽ എന്നൊക്കെ വളരെ കുറച്ച് ക്വസ്റ്റ്യൻസേ ഉള്ളൂ. എല്ലാം ഓൾമോസ്റ്റ് ഇനോർഗാനിക് ഒക്കെ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് എസ്പെഷ്യലി ഓർഗാനിക് എന്നാണെങ്കിലും ചോദിച്ച ചോദ്യങ്ങളൊക്കെ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു കട്ട് ഓഫ് ഒക്കെ എന്തായാലും ഒരു 70+ ഒക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ കുട്ടികൾ തന്നെ ഓൾറെഡി 75 ഒക്കെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, കാരണം അത്രയും സിമ്പിളാണ്, ക്വസ്റ്റ്യൻസ് സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. ഞാൻ നിങ്ങൾക്ക് ഇപ്പം തന്നെ കാണിച്ചു തരാം. നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ ആദ്യത്തെ 50 ക്വസ്റ്റ്യനിൽ 50 ക്വസ്റ്റ്യനും നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. വിത്ത് സ്ക്രീൻഷോട്ട് ഞാൻ കാണിച്ചു തരാം. വളരെ സിമ്പിളായിട്ട് നമ്മൾ എന്താണോ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് അത് തന്നെ വന്നിട്ടുണ്ട്. അപ്പം ജസ്റ്റ് ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇത് വേർഷൻ ബി ആണ് കേട്ടോ. ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ വേർഷൻ ബി ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓഫ് കോഴ്സ് ഇനേർട്ട് പെയർ എഫക്റ്റ് ആകുമ്പോൾ ഇതൊക്കെ ക്ലാസ്സിൽ അതേപോലെ പറഞ്ഞതാണ്. PbCl2 PbCl4 ഒക്കെ താഴോട്ട് വരുമ്പോൾ ലോവർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്തായിരിക്കും, സ്റ്റെബിലിറ്റി കൂടും എന്നൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഓപ്ഷൻ 1 എന്താണ്, കറക്റ്റ് ആണ്. ആൻഡ് ബോറോണിന് ഓഫ് കോഴ്സ് എന്താണ്, ലിഥിയം മെഗ്നീഷ്യം ആരുമായിട്ടാണ് ഡയഗണൽ റിലേഷൻഷിപ്പ്? യെസ്, ലിഥിയവുമായിട്ടാണ് അല്ലേ, ബോറോണായിട്ടാണോ? അല്ല. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. എഗെയിൻ PbCl4 ഈസ് മോർ സ്റ്റേബിൾ ദാൻ PbCl2 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതും എന്താണ്, തെറ്റാണ്. സോ ഓപ്ഷൻ 1 എന്തായിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ ആയിരിക്കും. നിങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടാകും. ഇനി സെക്കൻഡ്, ഏതിനാണ് ഇലക്ട്രോൺ അഫിനിറ്റി കൂടുതൽ എന്നുള്ളതാണ്. ഓഫ് കോഴ്സ് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ്. ഇതിൽ ഞാൻ ഒരുപാട് എക്സ്പ്ലനേഷൻ ഒന്നും ചെയ്യുന്നില്ല. ക്ലോറിന് എന്തായിരിക്കും, ഫ്ലൂറിനേക്കാൾ ഇലക്ട്രോൺ അഫിനിറ്റി കൂടുതലായിരിക്കും. ഇനി മൂന്നാമതൊരു കാര്യം, SF6 എന്താണ്, sp3d2. എന്നെ ഫോളോ ചെയ്യുന്ന നിങ്ങൾക്കറിയാം, നമ്മളിതൊക്കെ ഇതിൻ്റെ ഷോർട്ട് കട്ടും കാര്യങ്ങളും ഒക്കെ നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് അല്ലേ. എന്താണ് സ്റ്റെറിക് നമ്പറൊക്കെ വെച്ചിട്ട് നമ്പർ ഓഫ് സിഗ്മ ബോണ്ട് പ്ലസ് നമ്പർ ഓഫ് ലോൺ പെയർ. ഞാനിത് സോൾവ് ചെയ്യുന്നൊന്നുമില്ല, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഇനി അറിയത്തില്ലെങ്കിൽ ഒരു വീഡിയോ ഞാനിവിടെ പിൻ ചെയ്തേക്കാം, നിങ്ങൾ കണ്ടു നോക്കൂ. ഇനി CH4 ആണെങ്കിൽ അതെന്താണ്, sp3 ആണ്. BF2 എന്താണ്, SP ആണ്. ഞാൻ പറയുന്നത് ഈവൻ ലോൺ പെയറിൻ്റെ കേസസ് പോലും ചോദിച്ചിട്ടില്ല, അത്രയും എളുപ്പമാണ് അല്ലേ. അപ്പോൾ എന്താണ്, SF6 3 ആണ്, A3 ആൻഡ് B ഈസ് വോട്ട് 2. ഓക്കെ, സോ ഓപ്ഷൻ ഡി. ഇനി നാലാമത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് ബോണ്ട് ഓർഡർ 3. ഇത് നമ്മുടെ യൂട്യൂബിൽ ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്, പബ്ലിക്കലി അവൈലബിൾ ആണ്. ഐസോ ഇലക്ട്രോണിക് സ്പീഷീസിന് എന്തായിരിക്കും? യെസ്, സെയിം ബോണ്ട് ഓർഡർ ആണ്. ഐസോ ഇലക്ട്രോണിക് സ്പീഷീസിന് സെയിം ബോണ്ട് ഓർഡർ ആണ് എന്നൊക്കെ നമ്മൾ എത്രയോ വട്ടം പറഞ്ഞിരിക്കുന്നതാണ്. എസ്പെഷ്യലി നൈട്രജൻ്റെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നൈട്രജൻ 14 ആണെങ്കിൽ എത്രയാണ്, ബോണ്ട് ഓർഡർ 3 ആണ് എന്നൊക്കെ നമ്മൾ എപ്പോഴും പറയുന്നതാണ് അല്ലേ. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്, 3 എന്ന് പറയുന്നത്. CO കാർബണിലെ 6ഉം ഓക്സിജനിലെ 8ഉം എത്രയാണ്, 14 ഇലക്ട്രോൺ. എഗെയിൻ എത്ര വരും, 3 എന്ന് വരും. ഇനി ഓരോ ഇലക്ട്രോൺ കുറയുമ്പോഴും 0.5 ഒക്കെ വെച്ചിട്ട് നമ്മൾ റെഡ്യൂസ് ചെയ്താൽ മതി. നമ്മളല്ലാതെ സിഗ്മ 1s സിഗ്മ സ്റ്റാർ 1s എന്നുള്ള കൺവെൻഷണൽ മെത്തേഡൊന്നും നമ്മൾ യൂസ് ചെയ്യാറില്ല. ഒരുപാട് ടൈം നമ്മൾ സേവ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്. ഓക്കെ, ബോണ്ട് ഓർഡർ 3 ആണെങ്കിൽ അത് നൈട്രജൻ ആണ്. CO 6 + 8 എന്താണ്, 14 ആണ്. പരിപാടി കഴിഞ്ഞു. ഓക്കെ, എത്ര ടൈമാണ് നമ്മൾ സേവ് ചെയ്തിരിക്കുന്നത്. അല്ലാതെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, സിഗ്മ 1s സിഗ്മ സ്റ്റാർ 1s. ആൻഡ് അഗെയിൻ ഞാൻ ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാം എന്നുള്ള രീതിയിലാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഇനി ബോൺ ഹേബർ സൈക്കിൾ എന്തിനാണ്? യെസ്, ലാറ്റിസ് എനർജി. ഇതാണ് നമ്മുടെ ബോൺ ഹേബർ സൈക്കിൾ അല്ലേ. യെസ്, ബോൺ ഹേബർ സൈക്കിൾ എന്തിനാണ്? ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾ ക്ലാസ്സിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതൊക്കെ തന്നെയാണ് വന്നിരിക്കുന്നത്, വേറെ ഒന്നും വന്നിട്ടില്ല. ബോൺ ഹേബർ സൈക്കിൾ, ലാറ്റിസ് എനർജി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല പ്രാക്ടിക്കലി. അപ്പോൾ എന്ത് ചെയ്യും നമ്മൾ, ബോൺ ഹേബർ സൈക്കിൾ വെച്ചിട്ട് യെസ് ലാറ്റിസ് എനർജി കാൽക്കുലേറ്റ് ചെയ്യും. NaClൻ്റെ ഒരു കേസാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. ഹെസ്സസ് ലോ എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരുന്നത്? യെസ്, ഹെസ്സസ് ലോ വെച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരുന്നത്. യെസ്, അപ്പോൾ 5D. ഇനി ക്വാണ്ടം നമ്പർ ഏതാണ് പോസിബിൾ അല്ലാത്തത്? ഇതിനൊന്നും ഞാൻ എക്സ്പ്ലനേഷൻ തരേണ്ട ആവശ്യമില്ല. L എന്താണ്, 0 to n-1. അപ്പോൾ എന്തായിരിക്കും? യെസ്, ഓപ്ഷൻ സി. ഇതെല്ലാവരും ചെയ്തിട്ടുണ്ടാവും. ദർ ഇസ് നോ നീഡ് ഓഫ് എക്സ്പ്ലനേഷൻ. ഇനി വേവ് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. സോ ലാംഡ ഈസ് ഈക്വൽ ടു എന്ത് കൊടുത്താൽ മതി, h/p ആണ്. ഓക്കെ, അസോസിയേറ്റഡ് വിത്ത് എ മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾ ആണ് പറഞ്ഞിരിക്കുന്നത്. എച്ചിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 6.626 × 10⁻⁻34. മാസ് എന്ന് പറയുന്നത് എന്താണ്, കിലോഗ്രാമിൽ തന്നെയാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ടൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. 10⁻⁻19 ആൻഡ് 10⁻5 വെലോസിറ്റി മീറ്റർ പെർ സെക്കൻഡിലാണ് തന്നിരിക്കുന്നത്. സോ ഇത് കട്ട് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഇസ് 3.31.
ആൻഡ് ഇവിടെ എന്ത് വരും 10⁻⁻14 വരും അല്ലേ 10⁻⁻14 മുകളിലോട്ട് പോയിക്കോട്ടെ എന്തായിരിക്കും 3.31 ഇൻറ്റു 10⁻⁻20 എന്ന് വരും അല്ലേ ഈ 14 അങ്ങോട്ട് പോയാൽ യെസ് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് എന്ത് കിട്ടും ഓപ്ഷൻ എ നമുക്ക് ആൻസർ ആയിട്ട് കിട്ടും. ഇനി എട്ടാമത്തെ ക്വസ്റ്റ്യൻ എഗെയിൻ നമ്മളൊക്കെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് എവിടെയാണ് പ്രസന്റ് ആയിരിക്കുന്നത് യെസ് പാരാനൈട്രോഫിനോളിലാണ് ഇവിടെ കാണാൻ പറ്റും ദാ ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട് പാരാനൈട്രോഫിനോൾ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഇനി ബോയിലിംഗ് പോയിന്റ് ഓഫ് പാരാനൈട്രോഫിനോൾ ഇസ് ഹയർ ദാൻ ഓർത്തോനൈട്രോഫിനോൾ അതും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓർത്തോനൈട്രോഫിനോൾ എന്താണ് സ്റ്റീം വോളട്ടൈലാണ്. ബോയിലിംഗ് പോയിന്റ് കമ്പയർ ചെയ്യുമ്പോൾ പാരാനൈട്രോഫിനോളിന് എന്താണ് യെസ് പാരാനൈട്രോഫിനോളിന് ഓർത്തോനൈട്രോഫിനോളിനേക്കാൾ എന്തായിരിക്കും യെസ് ബോയിലിംഗ് പോയിന്റ് കൂടുതലായിരിക്കും. സ്റ്റീം വോളട്ടൈലാണ് ഓർത്തോനൈട്രോഫിനോൾ. അപ്പോൾ അത് ആ സ്റ്റേറ്റ്മെൻറ്റും എന്താണ് കറക്റ്റ് ആണ്. ഇനി ഇൻട്രാമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട് ഈസ് പ്രസന്റ് ഇൻ പാരാനൈട്രോഫിനോൾ ആണോ അല്ല എവിടെയാണ് ഓർത്തോനൈട്രോഫിനോളിലാണ് ഇൻട്രാമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട് ഉള്ളത്. അപ്പോൾ എന്താണ് 1ഉം 2ഉം കറക്റ്റ് ആണ്. സോ ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ ദ വേവ് ലെങ്ത് അസോസിയേറ്റഡ് വിത്ത് സെക്കൻഡ് ലൈൻ ഓഫ് ലൈമാൻ സീരീസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ട് മേ ബി തെറ്റിച്ചേക്കാം സെക്കൻഡ് ലൈനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അപ്പോൾ ലൈമാൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഓൾറെഡി അറിയാം. N1ൻ്റെ വാല്യൂ എത്രയാണ് 1 ആണ് അല്ലേ ഇതാണ് ലൈമാൻ. ഇനി ഇതെന്താണ് N is equal to 2 N is equal to 3. അപ്പോൾ ഇതാണ് 2ൽ നിന്ന് 1ലേക്ക് വരുന്നതാണ് എന്ത് ഫസ്റ്റ് ലൈൻ അല്ലേ. സെക്കൻഡ് ലൈൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും യെസ് 3ൽ നിന്ന് 1ലേക്ക് വരുന്നതാണ്. അപ്പോൾ ദിസ് ഇസ് യുവർ സെക്കൻഡ് ലൈൻ. ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഇതേപോലെ ചെയ്ത കാര്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക 1/λ is equal to R റിഡ്ബേഴ്സ് കോൺസ്റ്റൻറ്റ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അല്ലേ 10⁻⁷. R Z² എത്രയാണ് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഹൈഡ്രജൻ തന്നെ എടുത്താൽ മതി എന്തായിരിക്കും 1² 1/1² മൈനസ് 1/ സെക്കൻഡ് ലൈനാണ് എൻ്റെ വാല്യൂ എത്രയായിരിക്കും യെസ് 3² എന്നുള്ള രീതിയിൽ എഴുതാൻ പറ്റും. സോ 1/λ is equal to ആറിൻ്റെ വാല്യൂ എത്രയാണ് 10⁻⁷. ഇതിനെ സോൾവ് ചെയ്യാം 8/9 എന്ന് വരും. ഓക്കെ ലാംഡ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും 9/8 ഇൻറ്റു 10⁻⁷ എന്ന് വരും. സോ 9/8 എന്ന് പറഞ്ഞാൽ അറൗണ്ട് ഒരു 1.125 എന്ന് വരും ഇൻറ്റു 10⁻⁻⁷. ഓക്കെ അപ്പോൾ ഇതിനെ സോൾവ് ചെയ്യുക എന്തായിരിക്കും ഇതിനെ 112.5 ഇൻറ്റു 10⁻⁻9 എന്ന് എഴുതാം. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ഓപ്ഷൻ ഡി. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഒറ്റ കാര്യം മാത്രം ആലോചിച്ചാൽ മതി. സെക്കൻഡ് ലൈൻ എന്ന് പറയുന്നത് എന്താണ് യെസ് 3ൽ നിന്ന് 1ലേക്കുള്ള ട്രാൻസിഷനാണ്. ഓഫ് കോഴ്സ് നിങ്ങൾക്കറിയാം ലൈമാൻ സീരീസിൽ N1ൻ്റെ വാല്യൂ എത്രയാണ് 1 ആണെന്ന് നിങ്ങൾക്കറിയാം. സോ 9 ഡി. നെക്സ്റ്റ് അഗെയിൻ ഷേപ്പിനെ പറ്റിയാണ് കെമിക്കൽ ബോണ്ടിങ് ഒന്നും പറയാനില്ല അല്ലേ. NH3 വാട്ടർ എന്ന് പറയുന്നത് എന്താണ് വി ഷേപ്പ് ആണ്. CH4ൻ്റെ ഒക്കെ ഷേപ്പ് എന്തിനാണാവോ ചോദിച്ചിരിക്കുന്നത് എന്നാണ് അറിയത്തില്ല. മേ ബി അത്ര ഈസിയാണ് ക്വസ്റ്റ്യൻ അല്ലേ. NH3 എ എന്ന് പറയുന്നത് എന്താണ് 2 ആണ്. അപ്പോൾ തന്നെ നമുക്ക് ഈ ഓപ്ഷൻസ് ഒക്കെ എലിമിനേറ്റ് ചെയ്യാം. ഓപ്ഷൻ സി എന്ന് കിട്ടി. ഓക്കെ ഇതിനൊന്നും ടൈം എടുക്കേണ്ട ആവശ്യമില്ല നമുക്ക്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നമുക്ക് അത്രയും ടൈം സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ അത്രയും ടൈം സേവ് ചെയ്യാൻ പറ്റും. 11 ഫോർ എൻ ഒക്ടാഹൈഡ്രൽ സ്പിൻ സിസ്റ്റം D4 CFSE ആണ് ചോദിച്ചിരിക്കുന്നത്. CFSE നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെയാണ്. അതിൻ്റെ T2G ഇങ്ങനെയാണല്ലേ ഇതാ T2G ആൻഡ് വോട്ട് EG എന്ന് പറയുന്നത്. അപ്പോൾ ഇത് -0.4 ΔO ആണ് ഇത് ഇവിടെ വരുന്നത് അല്ലേ. ബാരി സെൻറ്റർ എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ യെസ് ദിസ് ഇസ് യുവർ മൈനസ് ഓരോന്നും എന്താണ് -0.4 ΔO ആയിട്ട് സ്റ്റെബിലൈസ് ചെയ്തിട്ടുണ്ട്. ദിസ് ഇസ് ഡീസ്റ്റെബിലൈസ്ഡ് ബൈ വോട്ട് 0.6 ΔO. ഓക്കെ അപ്പോൾ D4 സിസ്റ്റമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലേ. D4 എന്ന് പറയുമ്പോൾ 1 I'll just erase this one for the time being. Okay 1 2 3 and what D4 ഹൈ സ്പിൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ അപ്പോൾ -0.4 അതാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഇക്വേഷൻ. ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ CFSE എന്ന് പറയുന്നത് -0.4 ഇൻറ്റു T2G എത്രയാണ് T2Gയിൽ എത്ര ഇലക്ട്രോൺ ആണ് 3 ഇലക്ട്രോൺ. ഓക്കെ പ്ലസ് എന്താണ് 0.6 ഇൻറ്റു EGയിൽ എത്ര ഇലക്ട്രോൺ ആണ് 1 ഇലക്ട്രോൺ. അപ്പോൾ എന്ത് കിട്ടും യെസ് ദാറ്റ് ഈസ് -1.2 പ്ലസ് 0.6 ഇൻറ്റു ΔO എന്ന് വരും. സോ ദാറ്റ് ഈസ് എന്ത് വരും -0.6 ΔO എന്ന് സിംപ്ലി നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ ദാറ്റ് ഈസ് ഓപ്ഷൻ സി. പെയറിംഗ് എനർജി ഒന്നും തന്നെ ഇല്ല കാരണം ഇവിടെ ഒന്നും പെയറിംഗ് അപ്പ് നടക്കുന്നില്ല. ഓപ്ഷൻ സി നമുക്ക് കിട്ടും 11.
ഇതിനൊന്നും ഒരു സമയവും നമ്മൾ എടുത്തിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ പറയാനുള്ളത്. ഇനി ആരാണ് ജോൺടെല്ല ഡിസ്റ്റോഷൻ കാണിക്കുന്നത്? ആരാണ് ജോൺടെല്ല ഡിസ്റ്റോഷൻ കാണിക്കുന്നത്? യെസ്, ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രോൺസ്. ഓക്കെ, ഡീജനറേറ്റ് ഓർബിറ്റൽസിൽ അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രോൺസ് ആണെങ്കിൽ എന്ത് കാണിക്കും? യെസ്, ജോൺടെല്ല ഡിസ്റ്റോഷൻ കാണിക്കും. അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങൾ നോക്കിയാൽ മതി. MnH2O6 പ്ലസ്, അപ്പോൾ നോക്കിക്കോ, MnH2O6 2+. അപ്പോൾ എന്താണ്? D5 കോൺഫിഗറേഷൻ ആണ് അല്ലേ? D5 എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് 1 2 3 4 5. ഓക്കെ, ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഇതാണ് ഡീജനറേറ്റ് അല്ലേ? T2G EG. ഇവിടെ എന്താണ്? ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. സോ നോ GTD എന്ന് പറയാം. ഓക്കെ, ഇനി CRൻ്റെ കേസ് ഒന്ന് എടുത്തേ. CR3+, ക്രോമിയത്തിൻ്റെ കോംപ്ലക്സ് ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? CR3+. CR എന്ന് പറയുമ്പോൾ 4s1 3d5 ആയിരുന്നു. ഓക്കെ, അപ്പോൾ 3 ഇലക്ട്രോൺ പോകുമ്പോൾ ഇവിടെ എന്തായിരിക്കും? ദാറ്റ് വിൽ ബി 3d3. അഗെയിൻ T2G എന്ത് വരും? ഓക്കെ, 1 2 3 എന്നുള്ള രീതിയിൽ വരും. T2G 3. അഗെയിൻ ഇവിടെ എന്താണ്? ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രോൺസ് ആണ് അല്ലേ ഡീജനറേറ്റിൽ. അപ്പോൾ എന്തായിരിക്കും? ഇവിടെയും നോ GTD. അടുത്തത് എന്താണ്? FeCN64-, Fe2+ ആണ്. ആൻഡ് ഇവിടെ എന്താണ്? ഇവിടെ ശ്രദ്ധിക്കണം നിങ്ങൾ, ഇവിടെ എന്താണ്? CN എന്താണ്? സ്ട്രോങ് ഫീൽഡ് ആണ്. CN ഇസ് ആക്ച്വലി സ്ട്രോങ് ഫീൽഡ്. അപ്പോൾ ഇത് D6 കോൺഫിഗറേഷൻ ആണ്. D6 കോൺഫിഗറേഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? യെസ്, ഇവിടെ 1 2 3 4 സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് അല്ലേ? അഗെയിൻ ഇതെന്താണ്? T2G6 ആണ്, സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രോൺസ്. ഓക്കെ, ഇനി ഇത് അറിയത്തില്ലെങ്കിൽ JTDയുടെ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അതിൽ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ അഗെയിൻ ദർ ഇസ് നോ GTD ഹിയർ. ഓക്കെ, ആൻഡ് Mn3+ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? Mn3+ എന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് 3d4 ആണ്. 3d4 എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? യെസ്, T2G3 EG1 അല്ലേ? T2G3 EG1. അപ്പോൾ ഇവിടെ എന്തായി? EGയിൽ ഒരു ഇലക്ട്രോൺ ആണ്. അപ്പോൾ ഇവിടെ എന്തായി? അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രോൺസ് ആയി. അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രോൺസ്. സോ സ്വാഭാവികമായിട്ട് ഇവരെന്ത് ചെയ്യും? യെസ്, നമ്മുടെ ജോൺടെല്ല ഡിസ്റ്റോഷൻ കാണിക്കും. ഇനി നെക്സ്റ്റ് വൺ, വിച്ച് ടെക്നിക് ഈസ് യൂസ് ടു ഡിറ്റർമൈൻ CFSE ഓഫ് ട്രാൻസിഷൻ മെറ്റൽ കോംപ്ലക്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ CFSE എങ്ങനെ, ഏത് മെത്തേഡ് വെച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ്. അതേതാണ്? UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പിയാണ്. ഓക്കെ, ദിസ് ഇസ് ആക്ച്വലി UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി. അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇറ്റ് അനലൈസസ് ഇലക്ട്രോണിക് ട്രാൻസിഷൻ between d orbitals. ഓക്കെ, ഇതാരാണ് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത്? നമ്മുടെ എനർജി ലെവൽസിനെ സ്പ്ലിറ്റ് ചെയ്യുന്നത് ആരാണ്? യെസ്, ലിഗാൻഡ് ആണ്. സ്പ്ലിറ്റ് ബൈ ആരാണ്? ലിഗാൻഡ്സ് ആണ്. അപ്പോൾ ഇവരുടെ ഒരു ഇലക്ട്രോണിക് ട്രാൻസിഷനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ CFSE കണ്ടുപിടിക്കുന്നത്. സോ ഏതായിരിക്കും? നമ്മുടെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓപ്ഷൻ ബി. നെക്സ്റ്റ് വൺ, ഏതാണ് ബ്രിഡ്ജ്ഡ് കാർബണൈൽ കാർബൺ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ഇത് കുറച്ചെങ്കിലും നിങ്ങൾ ബ്രെയിൻ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. if it is CO9 എന്നൊക്കെ പറയുമ്പോൾ ഓഫ് കോഴ്സ് ദർ ഷുഡ് ബി സം ബ്രിഡ്ജിങ്. ഓക്കെ, ഇവിടെ എത്രയാണ്? 3 ബ്രിഡ്ജിങ് ഒക്കെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ആൻഡ് അഗെയിൻ ഈ CO2 CO8, ഓക്കെ, CO2 CO8 നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഇവിടെ എന്തുണ്ടാവും? ഇവിടെ ബ്രിഡ്ജിങ് ഉണ്ടാകുമായിരുന്നു. പക്ഷേ ഇവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട്? സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ്. അപ്പോൾ ഏതായിരിക്കും? യെസ്, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇനി 18 ഇലക്ട്രോൺ റൂളാണ് ചോദിച്ചിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും അല്ലേ? എന്താണ്? HMCO5 കാർബണൈൽ ലിഗാൻഡ് ആണ്. എത്ര ഇലക്ട്രോൺ ആണ് കോൺട്രിബ്യൂട്ട് ചെയ്യുക? 2 ഇലക്ട്രോൺ ആണ് കോൺട്രിബ്യൂട്ട് ചെയ്യുക. അങ്ങനത്തെ 5 ആളുകൾ. അപ്പോൾ എത്രയായി? 10 ഇലക്ട്രോൺ കോൺട്രിബ്യൂട്ട് ചെയ്തു. ഹൈഡ്രജൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഓഫ് കോഴ്സ് എത്രയാണ്? 1 ഇലക്ട്രോൺ ആണ്. അപ്പോൾ മെറ്റലും കൂടെ ആഡ് ചെയ്താൽ ടോട്ടൽ എത്ര ഇലക്ട്രോൺ കിട്ടണം? 18 ഇലക്ട്രോൺ കിട്ടണം. നമ്മൾ ഓൾറെഡി എത്രയായി? 10ഉം 1ഉം 11. അപ്പോൾ മെറ്റൽ എത്ര ഇലക്ട്രോൺ വേണം? 7 ഇലക്ട്രോൺ വേണം. അതാരായിരിക്കും 7 ഇലക്ട്രോൺ ഉള്ളത്? ഓഫ് കോഴ്സ് ദാറ്റ് ഈസ് 4s2 3d5 ആണ് 7 ഇലക്ട്രോൺ വരുന്നത്. ഓപ്ഷൻ സി ഇസ് ദി കറക്റ്റ് ആൻസർ. അതും നമ്മൾ ചെയ്തു. ഇനി വാട്ടർ സ്പ്ലിറ്റിംഗ് എൻസൈം ഇൻ ഫോട്ടോസിന്തസിസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഫോട്ടോസിന്തസിനെ പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് നമ്മൾ എടുത്തു കൊടുത്തതാണ്. PS1ഉം PS2ഉം ഒക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. ഏതാണ് എൻസൈം? ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്, MN4 കാറ്റലൈസിസ്. ഓക്കെ, അപ്പോൾ ഏതാണ്? MN4
O4 എന്ന് പറയുന്ന ക്ലസ്റ്ററാണ്. ഓക്കെ, ജസ്റ്റ് ക്ലാസ്സുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവുന്ന കാര്യമേ ഉള്ളൂ. ഇനി ഇതാകുമ്പോൾ ഹീമോഗ്ലോബിനെ പറ്റിയൊക്കെ യെസ് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഓക്സിജൻ ട്രാൻസ്പോർട്ടാണ്, ട്രാൻസ്ഫറിൻ എന്ന് പറയുന്നത് എന്താണ്, FE ട്രാൻസ്പോർട്ടാണ്, ഫെറിറ്റിൻ എന്ന് പറയുന്നത് FE സ്റ്റോറേജ് ആണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ തന്നെ ഫെറിഡോക്സിൻ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും പറയുന്നതാണ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ ഏജൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഹീമോഗ്ലോബിൻ 1 എന്ന് പറയുന്നത് D ആണ്. ഐ തിങ്ക് ദിസ് ഇസ് ദ ഓപ്ഷൻ. 2 ഇസ് വാട്ട്, C ഇസ്, 3 ഇസ് A. ആൻഡ് ഇതൊക്കെയാണ് മനസ്സിലാക്കുന്നത് കേട്ടോ. ഫെറിറ്റിൻ എന്ന് പറയുന്നത് എന്താണ്, FE സ്റ്റോറേജ് ആണ്. ഇതൊക്കെ നമുക്ക് അറിയാം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ആൻഡ് അഗെയിൻ ഈ ഒരു എക്സാമിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നാച്ചുറൽ പ്രൊഡക്ട്സും ഓക്കെ അതേപോലെ തന്നെ അനലിറ്റിക്കൽ പ്രിൻസിപ്പിൾസ് ഒക്കെ പഠിച്ചു പോയ കുട്ടികൾക്കാണ് എന്ത് ചെയ്യുന്നത്, ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുന്നത്. കാരണം ഇത് ഒരുപാട് പേര് പഠിച്ചിട്ടില്ല. അപ്പോൾ ഇത് ആര് പഠിച്ചിട്ടുണ്ടോ ഓക്കെ അവർക്ക് ഈ എക്സാം ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് നോക്കാം. ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്, FES പ്രോട്ടീനിൻ നൈട്രോജനേസ് ആണ് ചോദിച്ചിരിക്കുന്നത്. Fe4S4 ആണ്. ഓക്കെ, അതിൻ്റെ സ്ട്രക്ചർ ഒക്കെ ലബായിലും നോൺ ലബയിലും ഒക്കെ നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഓപ്ഷൻ ബി. ഇനി ഏതാണ് വെർണേഴ്സിൻ്റെ കോർഡിനേഷൻ തിയറിയുമായി റിലേറ്റഡ് ആയിട്ട് ആർ നോട്ട് കറക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ബേസിക്സ് മുതൽ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നതാണ്. അപ്പോൾ പ്രൈമറി വാലൻസി ഓക്സിഡേഷൻ സ്റ്റേറ്റിനെയാണ്, സെക്കൻഡറി വാലൻസി കോർഡിനേഷൻ നമ്പർ എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇൻ കോംപ്ലക്സസ് മെറ്റൽ എക്സിബിറ്റ് 2 ടൈപ്സ് ഓഫ് വാലൻസീസ്, അതെന്താണ്, കറക്റ്റ് ആണ്. ഇനി പ്രൈമറി വാലൻസി കറസ്പോണ്ട് ടു കോർഡിനേഷൻ നമ്പർ ആണോ, അല്ല, സെക്കൻഡറി വാലൻസിയാണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, തെറ്റാണ്. എവറി മെറ്റൽ ആറ്റം ഹാസ് ഫിക്സഡ് നമ്പർ ഓഫ് വാലൻസീസ്, സെക്കൻഡറി വാലൻസീസ്, കറക്റ്റ് ആണ്. ഇനി പ്രൈമറി വാലൻസീസ് ആർ സാറ്റിസ്ഫൈഡ് ഓൺലി ബൈ എന്താണ്, പോസിറ്റീവ് അയോൺസ്, ഇതെന്താണ്, തെറ്റാണ്. അതെന്തും ചെയ്യാം, നെഗറ്റീവ് അയോൺസും ആകാം, നെഗറ്റീവ് അയോൺസ്. അപ്പോൾ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. 2 and 4 എന്ന് വരും. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആയിരിക്കും. സിമ്പിളായിട്ടുള്ള, ഇതൊന്നും എക്സ്പ്ലനേഷൻ്റെ ആവശ്യം പോലും ഇല്ല. ഇനി ഫേഷ്യൽ ആൻഡ് മെറഡോണിയൽ എപ്പോഴും പറയുന്നതാണ്, വെരി ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് സ്ലൈഡിൽ തന്നെ എഴുതിയിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എന്താണ്, ഇതാ MA3B3 എന്ന് പറയുന്ന ഒരു കാര്യമാണ്. MA3B3 കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഇതാണ് MA3B3. ഓക്കെ, A എന്ന് പറയുന്നത് NH3, B എന്ന് പറയുന്നത് എന്താണ്, CH3. ആൻസർ കിട്ടി, ഒന്നും ചെയ്യാനില്ല. ഓപ്ഷൻ ഡി. എനിക്കറിയത്തില്ല, കുറേ കുട്ടികൾ എന്നിട്ടും പറയുന്നത് കേട്ടു സമയം തികഞ്ഞില്ല എന്ന്. എവിടെയാണ് സമയം തികയാത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത്രയും സിമ്പിളാണ്, ഒന്നും ചെയ്യാനില്ല. ചോദ്യം കാണുന്നു, എഴുതുന്നു, അത്രയേ ഉള്ളൂ. ദ ഷേപ്പ് ഓഫ് സിംഗ്ലറ്റ് ആൻഡ് ട്രിപ്ലറ്റ് കാർബീൻ ആണ് ചോദിച്ചിരിക്കുന്നത്. സിംഗ്ലറ്റ് കാർബീൻ്റെ ഷേപ്പ് ബെൻഡ് ആണ്, ട്രിപ്ലറ്റ് കാർബീൻ ആണെങ്കിൽ ലീനിയർ ആണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഓപ്ഷൻ ബി. സമയം തീരെ ഭയങ്കര കൂടുതലാണെന്ന് തോന്നുന്നു അല്ലേ. ദ മേജർ പ്രൊഡക്റ്റ് ഫോംഡ് ഇൻ ദി HBr ഇൻ പ്രസൻസ് ഓഫ് പെറോക്സൈഡ് എന്ന് പറഞ്ഞിട്ടുള്ളത് ആൻറ്റി മാർക്കോണിക് റൂൾ ഓൺലി അപ്ലിക്കബിൾ ഫോർ HBr ഇൻ പ്രസൻസ് ഓഫ് വോട്ട്, പെറോക്സൈഡ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ പ്രൊപ്പീൻ എഴുതുന്നു, CH3, CH ഡബിൾ ബോണ്ട് CH2 and HBr. Of course, that should be in presence of what, H2, some peroxides. Okay, benzoyl peroxide എന്തുവാ. അപ്പോൾ എന്തായിരിക്കും, ആൻറ്റി മാർക്കോണിക് റൂള് എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്താൽ മതി. അപ്പോൾ എന്ത് ചെയ്യുക, H എവിടെ ആഡ് ചെയ്യണം, H ഇവിടെ ആഡ് ചെയ്യണം അല്ലേ. സോ യോ H+ ഷുഡ് ഗോ ഹിയർ ആൻഡ് Br മൈനസ് ഓവർ ഹിയർ. ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ എന്തായിരിക്കും, ഇതൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും എനിക്കറിയാം. CH2Br. ഓക്കെ, എന്നാൽ ഞാൻ ഡിസ്കസ് ചെയ്യാണ്. 1 ബ്രോമോ പ്രൊപ്പൈൻ, ഓപ്ഷൻ എ. നെക്സ്റ്റ് ചോദ്യം. ഈ ചോദ്യം വളരെ സിമ്പിളാണല്ലേ. നമ്മൾ എന്താ ചോദിച്ചിരിക്കുന്നത്, സോഹോസ് പ്രൊജക്ഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഇത് പറഞ്ഞിരിക്കുന്നത്, നമ്മൾ ഒരു എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ കൺവേർഷനൊക്കെയാണ് അല്ലേ. എങ്ങനെ ഇത് എങ്ങോട്ടേക്ക് കൺവേർട്ട് ചെയ്യാമെന്നുള്ളതൊക്കെയാണ് നമ്മൾ പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്നത്. ന്യൂമാൻ എങ്ങനെ ഫിഷറിലേക്ക് കൺവേർട്ട് ചെയ്യാം, ഫിഷറിനെ എങ്ങനെ സോഹോസിലേക്ക് കൺവേർട്ട് ചെയ്യാം എന്നുള്ളതൊക്കെയാണ് നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. പക്ഷേ ചോദിച്ചിരിക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. സോഹോസ് എന്ന് പറയും, ഇത് സോഹോസ് ആണ്, ഇത് ന്യൂമാനാണ്, ഇതെന്താണ്, ഫിഷർ ആണ് എന്നുള്ളത് എല്ലാ കുട്ടികൾക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ സോഹോസ് ഏതാണ്, ഓപ്ഷൻ സി ആണ്. അതിലൊന്നും എനിക്ക് പറയാനില്ല. ഇനി സെലക്ട് കറക്റ്റ് RNS കോൺഫിഗറേഷനാണ് ചോദിച്ചിരിക്കുന്നത്. അഗെയിൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ലോവസ്റ്റ് പ്രയോറിറ്റി ഗ്രൂപ്പ് എവിടെ വേണം, ഹൊറിസോണ്ടലിൽ വരണം, അല്ല സോറി എവിടെ വരണം, വെർട്ടിക്കലിൽ വരണം. ഓക്കെ, ലോവസ്റ്റ് പ്രയോറിറ്റി ഗ്രൂപ്പ് എവിടെ വേണം, ലോവസ്റ്റ് പ്രയോറിറ്റി ഗ്രൂപ്പ് എവിടെ വേണം. ഇതെങ്ങനെയാണ് ലോവസ്റ്റ് പ്രയോറിറ്റി എങ്ങനെയാണ് കണ്ടുപിടിക്കുക, ക്യാൻ ഇൻഗോൾഡ് പ്രൊലോഗ് റൂൾ വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ലോവസ്റ്റ് പ്രയോറിറ്റി ഗ്രൂപ്പ് ഇവിടെ വേണം, വെർട്ടിക്കൽ. ഇനി ഹൊറിസോണ്ടലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു സ്വിച്ച് ചെയ്യണം. അതായത് 6 കിട്ടുകയാണെങ്കിൽ S കിട്ടുകയാണെങ്കിൽ R. അപ്പോൾ എന്ത് ചെയ്യുക, ഇതൊന്ന് നമ്പർ ചെയ്യുക. ദിസ് ഇസ് യുവർ 1, ദിസ് ഇസ് യുവർ 2, ദിസ് ഇസ് യുവർ 3. അറ്റോമിക് നമ്പറിൻ്റെ ബേസിസിലാണ് ഞാൻ ഈ നമ്പർ ചെയ്തിരിക്കുന്നത് അല്ലേ.
അപ്പോൾ എന്തായിരിക്കും, ഇത് ആറാണ് എനിക്ക് കിട്ടുക, ക്ലോക്ക് വൈസ് ആർ. ഓക്കെ, അപ്പോൾ ഇതെന്ത് ചെയ്യണം, ലോവസ്റ്റ് പ്രയോറിറ്റി ഗ്രൂപ്പ് എവിടെയാണുള്ളത്, ഹൊറിസോണ്ടൽ പൊസിഷനിലാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഇതിനൊന്ന് സ്വിച്ച് ചെയ്തിട്ട് എസ് എന്ന് വരും. ഓക്കെ, സോ ദിസ് ഇസ് മൈ 2S. ഓക്കെ, ആൻഡ് ഇനി ഇവിടെയാണെങ്കിലോ, ഈ ഒരു ആളെയാണ് നോക്കുന്നതെങ്കിൽ ഇതിനെ ഞാനിപ്പോൾ റിമൂവ് ചെയ്യുന്നു. ഇതിനെ നോക്കുകയാണെങ്കിൽ ദിസ് ഇസ് മൈ 1, ദിസ് ഇസ് മൈ 2 ആൻഡ് ദിസ് ഇസ് മൈ 3. അഗെയിൻ ഇതെന്താവും, എസ് ആയിരിക്കും, ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. അപ്പോൾ എസ് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യണം, അഗെയിൻ ലോവസ്റ്റ് പ്രയോറിറ്റി ഗ്രൂപ്പ് എവിടെയാണുള്ളത്, ഹൊറിസോണ്ടലാണ്. സോ ഐ വിൽ സ്വിച്ച് ഇറ്റ്. സോ ദാറ്റ് ഈസ് 2S ആൻഡ് 3R, ഓപ്ഷൻ ഡി കഴിഞ്ഞു. ഇതും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂട്യൂബിൽ ആ ക്ലാസ് കാണാൻ പറ്റും, EZRS നോമൻക്ലേച്ചർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇനി 25, സ്റ്റീരിയോ ഐസോമേഴ്സ് ദാറ്റ് കണ്ടെയ്ൻ കൈറാൽ കാർബൺ ബട്ട് ആർ ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കൈറാൽ കാർബൺ, ദാ ഈ സ്റ്റാർ ഇട്ടിരിക്കുന്നത് എന്താണ്, സ്റ്റീരിയോജനിക് സെൻറ്റർ ആണ്, കൈറാൽ കാർബണിനെയാണ് ഞാനിവിടെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. അതെന്താണ് മക്കളെ, യെസ് ദാറ്റ് ഇസ് മീസോ കോമ്പൗണ്ട്, ദാറ്റ് ഇസ് ഓപ്ഷൻ സി. ഓക്കെ, 26, സെലക്ട് ദ ബെസ്റ്റ് മെത്തേഡ് ഫോർ ദ സെപ്പറേഷൻ ഓഫ് റെസിമിക് മിക്സ്ചേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാ മെത്തേഡ് ഓഫ് റെസൊല്യൂഷനിൽ വരുന്ന കോൺസെപ്റ്റുകളാണ് മെക്കാനിക്കൽ മെത്തേഡ്, ബയോ കെമിക്കൽ മെത്തേഡ്, ക്രൊമാറ്റോഗ്രഫി, കെമിക്കൽ മെത്തേഡ്. ഇതറിഞ്ഞാൽ തന്നെ ഇതൊക്കെ എന്താണ്, യെസ് റെസൊല്യൂഷന് യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, സെപ്പറേഷൻ ഓഫ് റെസിമിക് മിക്സ്ചറിന് യൂസ് ചെയ്യുന്നതാണ്, റെസൊല്യൂഷന് യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് ആണ്. അപ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടി, എന്താണ്, ഡിസ്റ്റിലേഷൻ ആൻഡ് റെഡ്യൂസ്ഡ് പ്രഷർ. ആൻഡ് അഗെയിൻ ഓഫ് കോഴ്സ് നമ്മൾ അതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അതൊന്നും നമുക്ക് പറയേണ്ട ആവശ്യമില്ല ഇപ്പോൾ. 26 എന്താണ്, ഡി. EZ നോമൻക്ലേച്ചർ എന്തിനാണ്, EZ ഇതാ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, സിസ് ട്രാൻസ് ഫെയിൽ ചെയ്യുമ്പോഴാണ് ആക്ച്വലി സൂസമാനും എൻഡഗണും ഒക്കെ നമ്മൾ പറയുന്നത്. ഓക്കെ, സിസ് ട്രാൻസ് സിസ്റ്റം ഫെയിൽ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, യെസ് EZ സിസ്റ്റം നമ്മൾ യൂസ് ചെയ്യുന്നു. അപ്പോൾ സിസ് ട്രാൻസ് എന്ന് പറയുന്നത് എന്താണ്, ജോമെട്രിക്കൽ ഐസോമേഴ്സ് ആണ്, ഓപ്ഷൻ ബി. 27 ബി ആയിരിക്കും. 28 അഗെയിൻ യൂണിമോളിക്കുലാർ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആൽക്കൈൽ ഹാലൈഡ്. ഇതാണ് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള. ഒപ്റ്റിക്കലി ആക്റ്റീവ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, സ്വാഭാവികമായിട്ടും ഇവിടെ എന്ത് വേണം, കൈറാൽ കാർബൺ വേണം. ഓക്കെ, SN1 ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ, യൂണിമോളിക്കുലാർ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്, കോൺഫിഗറേഷൻ ഓഫ് ദ പ്രൊഡക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് കാർബോഹൈഡ്രേറ്റ് ഉണ്ടാകും, സെക്കൻഡ് സ്റ്റെപ്പിൽ എന്തായിരിക്കും, റിട്ടൻഷനും ഉണ്ടാകും, അതേപോലെ തന്നെ ഇവിടെ എന്തുണ്ടാകും, ഇൻവേർഷനും ഉണ്ടാകും. റിട്ടൻഷനും ഇൻവേർഷനും ഉണ്ടെങ്കിൽ SN1 എന്തുണ്ടാകുമെന്ന് നമുക്കറിയാം, യെസ് ദാറ്റ് ഈസ് റെസിമിക് മിക്സ്ചർ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓപ്ഷൻ സി വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ടാകും ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഏതാണ് ഡസ് നോട്ട് എക്സിബിറ്റ് ഹൈപ്പർ കോൺജുഗേഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ട്, കാർബോകാറ്റയോൺ, ഫ്രീ റാഡിക്കൽസ്, അതേപോലെ അൺസാച്ചുറേറ്റഡ് സിസ്റ്റം. ഇത്രയും ആളുകളാണ് ബേസിക്കലി എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഹൈപ്പർ കോൺജുഗേഷൻ കാണിക്കുന്നത്. പക്ഷേ അതിന് കണ്ടീഷൻസ് ഉണ്ട്. എന്താണ്, യെസ് നമുക്ക് ആൽഫ ഹൈഡ്രജൻ വേണം എന്നുള്ളതാണ് ഒരു കണ്ടീഷൻ അല്ലേ. ആൻഡ് ആൽഫ കാർബണിൻ്റെ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കണം, sp3 ആയിരിക്കണം. ഓക്കെ, കണ്ടീഷൻ എന്താണ്, ആൽഫ കാർബൺ എന്തായിരിക്കണം, sp3 ആയിരിക്കണം. ആൻഡ് യു ഷുഡ് ഹാവ് വോട്ട് ആൽഫ ഹൈഡ്രജൻ ആസ് വെൽ. അപ്പോൾ നിങ്ങൾക്കറിയാം, ഇത് കാർബോകാറ്റയോൺ ഓഫ് കോഴ്സ് എന്ത് കാണിക്കും, ഹൈപ്പർ കോൺജുഗേഷൻ കാണിക്കും. ഇവിടെ ആൽഫ ഹൈഡ്രജൻ ഉണ്ട്. ഇതാണ് നമ്മുടെ ആൽക്കീൻ സിസ്റ്റം. ആൻഡ് ഹിയർ വി ഹാവ് ആൽഫ ഹൈഡ്രജൻ. ഇതാണ് നമ്മുടെ ആൽക്കീൻ സിസ്റ്റം. ആൽഫ കാർബൺ ഉണ്ട്, sp3 ഹൈബ്രിഡൈസേഷൻ ആണ്. അഗെയിൻ ദിസ് ഇസ് ആൽഫ ഹൈഡ്രജൻ ഇസ് പ്രസൻറ്റ്. ആൻഡ് ഇതാണ് നമ്മുടെ സിസ്റ്റം. ഇവിടെ ആൽഫ കാർബൺ ഉണ്ടോ, ഇല്ല. അതുകൊണ്ട് തന്നെ ആൽഫ കാർബൺ ഇല്ലെങ്കിൽ ആൽഫ ഹൈഡ്രജനും ഇല്ല. ഓപ്ഷൻ ഡി എന്താണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി സെലക്ട് ദി കറക്റ്റ് ഓർഡർ ഓഫ് ഇൻക്രീസിങ് ഓഫ് അസിഡിക് സ്ട്രെങ്ത്. ഇത് മേ ബി നിങ്ങൾ മിസ്റ്റേക്ക് വരുത്താനുള്ളൊരു ചാൻസ് ഉണ്ട്. നമ്മൾ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്, അസിഡിക് സ്ട്രെങ്ത് എന്ന് പറയുന്നത് എന്താണ്, is directly proportional to electron withdrawing group and is inversely proportional to electron donating group ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് കാര്യം മനസ്സിലായിട്ടുണ്ടാകും. ഇത് CH3CH2 എന്ന് പറയുന്നത് എന്താണ്, യെസ് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ആണ്. അപ്പോൾ ഇതെന്തായിരിക്കും, ഇതിന് ഏറ്റവും കുറവായിരിക്കും. ദെൻ CH3COH, പിന്നെ മേ ബി നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാകും, HCHOയും C6H5COH എഴുതിയിട്ടുണ്ടാകും. ഇവിടെയാണ് ഒരു കൺഫ്യൂഷൻ ഉള്ളത്. നോക്കിക്കോളൂ, ഇതാണ് okay, this is your HCOO minus. Let's take it like this. Conjugate base ചെയ്യാൻ എടുക്കുകയാണ്. കോൺജുഗേറ്റ് ബേസ്, അതായത് H+ പോയി. ഓക്കെ, ഇനി ഇവിടെ നോക്കിക്കോളെ. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണ് ബെൻസോയിക്, ബെൻസീൻ റിങ് C6H5, പിന്നെന്താണ് C+O-. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ
ഈ നെഗറ്റീവ് ചാർജ് എവിടെയാണ് സ്റ്റെബിലൈസ് ചെയ്യപ്പെടുന്നത്? റെസൊണൻസിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? ഓക്സിജനിൽ മാത്രമാണ്, അല്ലേ? ഓക്സിജനിൽ മാത്രമാണ്. ആൻഡ് യു നോ ദാറ്റ് നെഗറ്റീവ് ചാർജ് സ്റ്റെബിലൈസ് ചെയ്യപ്പെടുകയാണ് ചെയ്യുക, അല്ലേ? എവിടെ വരുമ്പോൾ? മോർ ഇലക്ട്രോനെഗറ്റീവ് ആറ്റത്തിലേക്ക് വരുമ്പോൾ. മോർ ഇലക്ട്രോനെഗറ്റീവ് ആറ്റത്തിലേക്ക് വരുമ്പോൾ നെഗറ്റീവ് ചാർജ് ഗെറ്റ്സ് സ്റ്റെബിലൈസ്ഡ്. പക്ഷേ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇവിടെ ഈ റെസൊണൻസ് എന്ത് ചെയ്യും? ബെൻസീൻ റിങ്ങിലേക്കും എന്ത് ചെയ്യുന്നുണ്ട്? എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവിടെ എന്തുണ്ടാവും? പോസിറ്റീവ് ചാർജ് ഒക്കെ ജനറേറ്റ് ചെയ്യപ്പെടും, അല്ലേ? അതായത് ദിസ് റെസൊണൻസ് ഇസ് ആക്ച്വലി എക്സ്റ്റെൻഡ് ടുവേർഡ്സ് വാട്ട്? ടുവേർഡ്സ് ബെൻസീൻ റിംഗ്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ ഒന്ന് ഞാൻ പോസ് ചെയ്യാം, നിങ്ങൾക്ക് എഴുതിയത് കാണണമെങ്കിൽ. ഓക്കെ, എന്ത് ചെയ്യും? ഈ കോൺജുഗേഷൻ എന്ന് പറയുന്നത് എന്താണ്? ബെൻസീൻ റിങ്ങിലേക്കും കൂടെ എക്സ്റ്റെൻഡ് ചെയ്യപ്പെടും. പക്ഷേ ഇവിടെ എന്താണ്? ഈ നെഗറ്റീവ് ചാർജ് ഓക്സിജൻ്റെ മുകളിലാണ്. നെഗറ്റീവ് ചാർജിന് എന്ത് ചെയ്യും? നന്നായിട്ട് സ്റ്റെബിലൈസ് ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ടും HCOHൻ്റെ അസിഡിറ്റി എന്ന് പറയുന്നത് ആക്ച്വലി ബെൻസോയിക് ആസിഡിനേക്കാൾ എന്താണ്? കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ആക്ച്വലി ആൻസർ വരിക ഓപ്ഷൻ ബി ആണ്. മിക്കവാറും ആളുകൾ വിചാരിച്ചിട്ടുണ്ട് ആ C6H5OH C6H5 എന്ന് പറയുന്ന ഈ ഗ്രൂപ്പ് എന്താണ്? ഇലക്ട്രോൺ വിഡ്രോയിങ് ആണ്. അപ്പോൾ എന്തായിരിക്കും? അസിഡിറ്റി കൂടുതലായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഒരുപാട് പേര് എ എഴുതിയിട്ടുണ്ട്. പക്ഷേ അത് തെറ്റാണ്. എന്താണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, 31 പ്രഡിക്ട് ദി പ്രൊഡക്റ്റ് ഓഫ് ദി ഗിവൺ റിയാക്ഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആക്ച്വലി ദിസ് ഇസ് ഡൈസാൾട്ടർ റിയാക്ഷൻ ആണ്. സെയിം സംഭവമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, അല്ലേ? വിത്ത് സബ്സ്റ്റിറ്റ്യൂഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ടെന്നേ ഉള്ളൂ, അല്ലേ? 4+2 അഡീഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്കൊരു സിസ്റ്റം കിട്ടും. ഓക്കെ, ആ സിസ്റ്റം മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ഓഫ് കോഴ്സ് നമ്മൾ ഇതിൻ്റെ സ്റ്റീരിയോ കെമിസ്ട്രി ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ക്വസ്റ്റ്യനിൽ നമുക്ക് അതൊന്നും നോക്കേണ്ട പോലും ആവശ്യമില്ല. കാരണം എന്താണ്? എല്ലാ സ്റ്റീരിയോ കെമിസ്ട്രി എന്താണ്? സെയിം ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇത് ഓക്കെ, ഡൈൻ എന്ത് ചെയ്താൽ മതി? ഇങ്ങോട്ടേക്ക് അറ്റാക്ക് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് എന്ത് കിട്ടും? ഒരു 6 മെമ്പേർഡ് സിസ്റ്റം വിത്ത് എ ഡബിൾ ബോണ്ട്. പിന്നെ ഓഫ് കോഴ്സ് ഇവിടെ എന്തുണ്ടാകും? ഈ സ്റ്റീരിയോ കെമിസ്ട്രിയെ പറ്റിയൊന്നും നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, ബോധർ ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒന്നും ചെയ്യേണ്ട പോലും ആവശ്യമില്ല. നമുക്ക് എത്ര സമയമാണ്? ഇപ്പോൾ 31 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു നമ്മൾ, അല്ലേ? യെസ്, എ. നൗ 32 വിച്ച് ആർ ദ ഫോളോയിങ് വിൽ ഗിവ് അസെറ്റൈൽഡ് അയോൺ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് അസെറ്റൈൽഡ്? RC∼ C- ഓൺ റിയാക്ഷൻ വിത്ത് പ്രൊപ്പൈൻ. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ടെർമിനൽ ആൽക്കൈൻസിൽ നിന്ന് ഹൈഡ്രജനെ അബ്സ്ട്രാക്റ്റ് ചെയ്യണമെങ്കിൽ, ഓക്കെ, ഹൈഡ്രജനെ അബ്സ്ട്രാക്റ്റ് ചെയ്യണമെങ്കിൽ ഒരു സ്ട്രോങ് ബേസ് വേണം. അതാരാണ്? സോഡാമൈഡ്, NaNH2. അത്രയേ ഉള്ളൂ കാര്യം. അതായത് ബേസിക്കലി ഇത്രയേ ഉള്ളൂ മക്കളെ. പ്രൊപ്പൈൻ എന്ന് പറയുമ്പോൾ ഓക്കെ, ടെർമിനൽ ആൽക്കൈൻ ആണ്. NaNH2 കൊടുക്കുക. സോ യു വിൽ ബി ഗെറ്റിംഗ് CH3 C∼ C-. ഓക്കെ, സോ ദിസ് ഇസ് യുവർ എന്താണ്? അസെറ്റൈൽഡ്. സിമ്പിളായിട്ട് കിട്ടും. ദാറ്റ് ഇസ് NaNH2, ഓപ്ഷൻ സി. 33 റിയാക്ടിവിറ്റി ഓർഡർ ഓഫ് ഹാലൈഡ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഡീഹൈഡ്രോ ഹാലജനേഷനിൽ എത്രയോ പ്രാവശ്യം പറഞ്ഞതാണ് ടുവേർഡ്സ് RX. എന്താണ്? യെസ്, നമ്മുടെ RI, RBr, RCl, RF എന്ന് പറയുന്നത്. ഓക്കെ, RIയുടെ ബോണ്ട് എന്താണ്? ഈസി ആയിട്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റും. ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സീസൽസ് മെത്തേഡ് ഈസ് യൂസ് ടു എസ്റ്റിമേറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സീസൽസ് മെത്തേഡ് എന്ന് പറയുന്നത് ബേസിക്കലി ടു ഫൈൻഡ് നമ്പർ ഓഫ് മെത്തോക്സി ഗ്രൂപ്പ്സ് ഇൻ എ കോമ്പൗണ്ട് എന്നുള്ളതാണ്. സോ ബേസിക്കലി അതെന്താണ്? മെത്തോക്സി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ദാറ്റ് ഇസ് ഈത്തർ എന്ന് എഴുതാൻ പറ്റും. ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നൗ 35 which among the following reagents give ortho-para substitution with chlorobenzene? See, basically chlorobenzene എന്താണ്? ഓർത്തോപാര ഡയറക്റ്റിംഗ് ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് കൊടുത്താലും അതെന്തായിരിക്കും? ഓർത്തോപാര ഡയറക്റ്റിംഗ് ആയിരിക്കും. ഒരു ഇലക്ട്രോഫൈൽ വരികയാണെങ്കിൽ, ഇലക്ട്രോഫിലിക് അരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതെന്തായിരിക്കും? ക്ലോറോബെൻസീൻ എപ്പോഴും എന്തായിരിക്കും? ഓർത്തോപാര ഡയറക്റ്റിംഗ് ആയിരിക്കും. അപ്പോൾ ഇവിടെയൊക്കെ എന്താണ് നമുക്ക് കിട്ടുന്നത്? CH3+ എന്നുള്ളതും NO2+ എന്നുള്ളതും ഇലക്ട്രോഫൈലാണ്, അല്ലേ? ഇനി Br2Fe ആണെങ്കിലും ഇതൊക്കെ എന്താണ്? യെസ്, ഇലക്ട്രോഫൈലാണ്. അപ്പോൾ ഇലക്ട്രോഫൈലിന് എപ്പോഴും എന്തായിരിക്കും? ക്ലോറോബെൻസിൻ എന്ത് ചെയ്യും? ഓർത്തോപാരയിലേക്ക് ഡയറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. സോ ഓൾ ഓഫ് ദി അബവ്, അല്ലേ? യെസ്. ആൻഡ് അഗെയിൻ ഇവിടെ ഒരു കാര്യമുള്ളത്,
മൈനസ് ഐ എഫക്റ്റ് ഇവിടെ കൂടുതലായിരിക്കും പ്ലസ് എമ്മിനേക്കാൾ, നിങ്ങൾക്ക് അറിയാമെങ്കിൽ. ഓക്കെ, സ്വതവേ നമ്മൾ എന്താ പറയുക, പ്ലസ് എം എഫക്റ്റ് ആണ് മൈനസ് ഐനേക്കാൾ കൂടുതൽ അല്ലെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. പക്ഷേ ക്ലോറോബെൻസിൻ്റെ കേസിൽ ഇൻഡക്റ്റീവ് എഫക്റ്റിൻ്റെ കൂടുതലായിരിക്കും റെസൊണൻസിനേക്കാളും. ജസ്റ്റ് ആലോചിച്ച് വെച്ചാൽ മതി, മേ ബി എക്സാംസിനൊക്കെ യൂസ്ഫുൾ ആകും. ഇനി ഇതാണ് അക്വസ് KOH ആണെങ്കിൽ എന്തായിരിക്കും സബ്സ്റ്റിറ്റ്യൂഷൻ, ആൽക്കഹോളിക് KOHിലാണെങ്കിൽ എന്താണ് എലിമിനേഷൻ ആണ്. ഇവിടെ എന്താണ് നടക്കുക, യെസ് എലിമിനേഷൻ. ഇതൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞു പോയ കാര്യങ്ങളാണ്. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഇത് സോൾവ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊന്ന് സോൾവ് ചെയ്തേക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ 1 ബ്രോമോ പ്രൊപ്പൈൻ ആണ് നമ്മൾ എടുത്തത് അല്ലേ, 1 ബ്രോമോ പ്രൊപ്പൈൻ CH3 CH2 CH2 Br. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നത്, ആൽക്കഹോളിക് KOH ആണ്, സോ എലിമിനേഷൻ. ആൽക്കഹോളിക് KOH ആണെങ്കിൽ വിൽ ഹാവ് ബീറ്റ എലിമിനേഷൻ അല്ലേ, ആൽഫ ആൻഡ് ദിസ് ഇസ് ബീറ്റ. ഇവിടെ നിന്ന് HBr എന്ത് ചെയ്യും, എലിമിനേറ്റ് ആകും. ഓക്കെ, സോ വിൽ ഹാവ് വാട്ട് CH3 CH ഡബിൾ ബോണ്ട് CH2 എന്നുള്ള രീതിയിൽ വരും. നൗ വാട്ട് HBr ആഡ് ചെയ്യുന്നു. പെറോക്സൈഡ് കൊടുത്തിട്ടുണ്ടോ, ഇല്ല. HBr ആഡ് ചെയ്യുന്നു, പെറോക്സൈഡ് കൊടുത്തിട്ടില്ല. അപ്പോൾ എന്തായിരിക്കും, മാർക്കോനിക്കോഫ് അഡിഷൻ. സോ H എവിടെ പോവും, യെസ് മോർ നമ്പർ ഓഫ് ഹൈഡ്രജനിലേക്ക് പോകും. സോ വി വിൽ ബി ഗെറ്റിംഗ് വോട്ട് CH3 CHBr ആൻഡ് വോട്ട് CH3 എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടും. ആൻഡ് ദെൻ വോട്ട് അക്വസ് KOH. അക്വസ് KOHിൽ എന്താ വരിക, സബ്സ്റ്റിറ്റ്യൂഷൻ, ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ എന്ത് ചെയ്യും, അക്വസ് KOH ആണെങ്കിൽ യെസ് ഇവർ OH മൈനസ് ആരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, Brനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ യു വിൽ ബി ഗെറ്റിംഗ് വോട്ട് CH3 CHOH ആൻഡ് CH3 വിച്ച് ഇസ് പ്രൊപ്പൻ ടു ഓൾ. ഇതൊക്കെ ഇങ്ങനെ എഴുതി കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ, നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ് ഓപ്ഷൻ ബി. ഓക്കെ, നെക്സ്റ്റ് വൺ. ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് അബൌട്ട് ജോൺസ് റിയേജൻറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ജോൺസ് റിയേജൻറ്റ് എന്താണ്, ഒരു സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻ്റ് ആണ് എന്നുള്ള കാര്യമാണ് നമുക്കിവിടെ മനസ്സിലാക്കേണ്ടത്. CrO3H2SO4. ഓക്കെ, സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇറ്റ് വിൽ നോട്ട് ഓക്സിഡൈസ് സെക്കൻഡറി ആൽക്കഹോൾസ് എന്ന് പറയുന്നത് ശരിയാണോ, അല്ലേ? യെസ്, പ്രൈമറി ആൽക്കഹോളിനെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു, കാർബോക്സിലിക് ആസിഡിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരു കാര്യമുണ്ടടാ, ഇവിടെ നിങ്ങൾ മേ ബി കൺഫ്യൂസ്ഡ് ആവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഓക്സിഡൈസ് പ്രൈമറി ആൽക്കഹോൾ ടു ആൽഡിഹൈഡ്. സോ ബേസിക്കലി പ്രൈമറി ആൽക്കഹോളിനെ ജോൺസ് റിയേജൻറ്റ് ഭയങ്കര സ്ട്രോങ് ആയതുകൊണ്ട് ഡയറക്റ്റായിട്ട് CH3COHിലേക്കാണ് കൺവേർട്ട് ചെയ്യുക. ഓക്കെ, ഓഫ് കോഴ്സ് ആൽഡിഹൈഡ് എന്തായിരിക്കും, ആൽഡിഹൈഡിലേക്ക് പോയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, കാർബോക്സിലിക് ആസിഡ്. നമ്മൾ പറയുന്നത്, നിങ്ങൾ പഠിച്ചിരിക്കുന്നത് മേ ബി അതായിരിക്കാം. എന്താണ് ജോൺസ് റിയേജൻറ്റ്, എന്താ പ്രൈമറിയിൽ നിന്ന് എന്ത് ചെയ്യും, കാർബോക്സിലിക് ആസിഡിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ മേ ബി നിങ്ങൾ ഇത് ഇൻകറക്റ്റ് ആണെന്ന് വിചാരിച്ച് മാർക്ക് ചെയ്തേക്കാം. പക്ഷേ കുറച്ചുകൂടെ ബെറ്റർ ഓപ്ഷൻ എന്താണ്, ഇറ്റ് വിൽ നോട്ട് ഓക്സിഡൈസ് സെക്കൻഡറി ആൽക്കഹോൾ. അങ്ങനെയുണ്ടോ, സെക്കൻഡറി ആൽക്കഹോളിനെ ഓഫ് കോഴ്സ് ഇതെന്താണ്, സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻ്റ് ആണ്. എന്തായാലും സെക്കൻഡറി ആൽക്കഹോളിനെ എന്ത് ചെയ്യാൻ പറ്റും, കീറ്റോണിലേക്കെങ്കിലും ഓക്സിഡൈസ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ കുറച്ചുകൂടെ ബെറ്റർ എനിക്ക് തോന്നുന്നു ഓപ്ഷൻ ഡി ആയിരിക്കും, വിച്ച് ഇസ് ദി കറക്റ്റ് ആൻസർ. 38. ദ കളർ ഓഫ് സോഡിയം സോൾട്ട് ഓഫ് ഇൻറ്റോഫിനോൾ ഇൻ ലിബർമാൻ നൈട്രസോ റിയാക്ഷൻ. ഇത് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം, എന്താണ്, ബ്ലൂ. 1-2 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിഞ്ഞിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾ ഒരു 50 ക്വസ്റ്റ്യനൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ 1-2 ക്വസ്റ്റ്യനൊന്നും നിങ്ങൾക്ക് അറിഞ്ഞിട്ടില്ലെങ്കിലും വലിയ വിഷയമുള്ള കാര്യമല്ല. ഫിനാൻത്രീൻ ബിലോങ്സ് ടു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫിനാൻത്രീൻ എന്താണ്, ഫിനാൻത്രീനും ആന്ത്രസീനും ഒക്കെ നമ്മൾ ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. അരോമാറ്റിക്. ഓക്കെ, എല്ലാം അരോമാറ്റിക്. ഇതൊക്കെ അതേപോലെയാണ് വരുന്നത്, മനസ്സിലായോ? അതായത് എന്താണോ പറയുന്നത് അത് അതേപോലെയാണ് ചോദ്യങ്ങൾ വരുന്നത്. ഓക്കെ, ഇനി എന്താണ്, നെയിം ദ റിയാക്ഷൻ ആൻഡ് ദി പ്രൊഡക്റ്റ് വെൻ ബ്രോമോബെൻസീൻ. ഓക്കെ, ഇതാണ് ബ്രോമോബെൻസീൻ. ഇതാണ് വുഡ്സ് ഫിറ്റിക് ആണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഈ എക്സിന് പകരം നിങ്ങൾ എന്ത് ചെയ്തോ, Br കൊടുത്തോ. ഓക്കെ, +2 Na ആൻഡ് വോട്ട് ബ്രോമോമീത്തൈൻ. ഓക്കെ, CH3 Br. അപ്പോൾ എന്ത് ചെയ്യുക, 2 NaBr നിങ്ങൾ എന്ത് ചെയ്യുക, eliminate here. So this is Woods-Fittig reaction and you will get what, benzene with the CH3 which is toluene. Toluene and Woods-Fittig reaction, option A. 41. Which of the following alkaloids contains a phenanthrene ring എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. മോർഫിൻ നാച്ചുറൽ പ്രൊഡക്ട്സ് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടിയിരുന്നു. ഓക്കെ, നാച്ചുറൽ പ്രൊഡക്ട്സിൽ 3 റിങ് ഫിനാൻത്രീൻ നമ്മൾ കണ്ടു നേരത്തെ. ഓക്കെ, ഏത് ആൽക്കലോയിഡ് ആണെന്നാണ്, അപ്പോൾ ഏതാണ്, മോർഫിൻ. ഓക്കെ, ഇനി വിച്ച് ടോക്സിക് ആൽക്കലോയിഡ് റെസ്പോൺസിബിൾ ഫോർ ദ ഡെത്ത് ഓഫ് ഗ്രീക്ക് ഫിലോസഫർ സോക്രട്ടീസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊരു പോയിസണസ് പ്ലാന്റിൽ നിന്നാണ്, ഹെംലോക്ക് എന്ന് പറയുന്ന പോയിസണസ് പ്ലാന്റിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു മരണം ഉണ്ടായിരുന്നത്.
സോ ബേസിക്കലി ഇതൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല കേട്ടോ. ഇതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല സോക്രട്ടീസിനെ പറ്റി. അതൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷെ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കാര്യങ്ങളൊക്കെ കോണിന്നൊക്കെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഓക്കെ. അപ്പോൾ ഇത് എന്താണ് കോണിൻ? ഇത് ബേസിക്കലി നിങ്ങൾ ലെക്ചേഴ്സ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ചെറിയൊരു ഐഡിയ ഉണ്ട്. മോർഫീനും ഓക്കെ നിക്കോട്ടിനൊക്കെ എന്താണ്? നിക്കോട്ടിനൊക്കെ നമ്മുടെ സിഗരറ്റിൽ അത് വലിച്ചാൽ എന്തായാലും സ്വാഭാവികമായിട്ടും മരിച്ചു പോകത്തില്ല അല്ലേ? അങ്ങനെയാണെങ്കിൽ എല്ലാവരും മരിച്ചു പോകണ്ടേ? മോർഫീൻ നമ്മൾ എന്ത് ചെയ്യാണ്? യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് മെഡിസിനൽ ഫീൽഡിലൊക്കെ. ക്യുനീൻ എന്തായാലും വരത്തില്ല. അപ്പോൾ കോനിൻ എഴുതിയാലും മതി. കുറച്ച് പോയിസണസ് ആണ് കേട്ടോ. യെസ്. 43. Average molecular weight of fatty acids in fats. Okay, what is the value used to determine average molecular weight of fatty acids in fat ആണ് ചോദിച്ചിരിക്കുന്നത്. സാപ്പോണിഫിക്കേഷൻ വാല്യൂ ആണ്. ഇതൊക്കെ അതേപോലെ ഡയറക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നു. അതായത് ഒന്നും ചെയ്യാനില്ല. ആദ്യത്തെ 50 ക്വസ്റ്റ്യൻ, ബാക്കിയുള്ള 50 ക്വസ്റ്റ്യനിൽ ഒന്നും ചെയ്യാനില്ല. എനിക്ക് പറയാനുള്ളത് സാപ്പോണിഫിക്കേഷൻ വാല്യൂ ഒക്കെ ഇതാ ഈസ് ദ നമ്പർ ഓഫ് മില്ലിഗ്രാംസ് ഓഫ് പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ്. ഓക്കെ, അതായത് 220 മില്ലിഗ്രാം ആണെങ്കിൽ അത്രയും ഫാറ്റി ആസിഡ്സ് പ്രസൻ്റ് ആയിരിക്കും, അത്രയും മോളിക്കുലാർ വെയിറ്റ് ഉണ്ടാകും. അത്രയേ ഉള്ളൂ കാര്യം. ഓക്കെ, എന്താണോ ആ വാല്യൂ ഉള്ളത് അത്രയും വെയിറ്റ് ആയിരിക്കും. അത്രയേ ഉള്ളൂ കാര്യം സാപ്പോണിഫിക്കേഷൻ വാല്യൂ എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ ആസിഡ് വാല്യൂയും അതേപോലെ ആഡിൻ നമ്പറും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആസിഡും ആഡിനും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏത് ചോദ്യം വന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഴുതാൻ പറ്റും. കുട്ടികളൊക്കെ നന്നായി എഴുതിയെന്ന് വിചാരിച്ചു. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് മോണോസൈക്ലിക് മോണോടെർപ്പിനോയിഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓഫ് കോഴ്സ് നമുക്ക് സിട്രാലിൻ്റെ കേസ് പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതാണ് സിട്രാൽ, അസൈക്ലിക് ടെർപ്പിനോയിഡ് ആണ്. അപ്പോൾ ഈ ജസ്റ്റ് പറയുകയാണ്, അസൈക്ലിക് ടെർപ്പിനോയിഡ് ആയിരുന്നു എന്ത് നമ്മുടെ സിട്രാൽ. അതിൻ്റെ ട്രാൻസ്ഫോം സിസ് ഫോം. അപ്പോൾ ഏത് ചോദ്യം വന്നാലും നമുക്ക് എഴുതാൻ പറ്റും. ട്രാൻസ് ആണെങ്കിൽ ജെറാനിയാൽ, സിസ് ആണെങ്കിൽ നിഗ്രാൽ എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ സിട്രാൽ നമ്മൾ ഒഴിവാക്കി. കാരണം എന്താ? സിട്രാൽ മോണോസൈക്ലിക് അല്ല, അസൈക്ലിക് ആണ് അല്ലേ? അസൈക്ലിക് ആണ്. അതേപോലെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ജെറാനിയോൾ. ജെറാനിയോൾ എന്താണ്? അസൈക്ലിക് ആണ്. ജെറാനിയോൾ എന്താണ്? അസൈക്ലിക് ആണ്. ഇവിടെയും അപ്പോൾ ഇയാളെയും നമ്മൾ ഒഴിവാക്കി. ഇനി കൺഫ്യൂഷൻ വരുന്നത് ലിമോണിനാണോ അല്ലെങ്കിൽ മെന്തോളാണോ എന്നുള്ള ഒരു ചോദ്യമാണ്. മെന്തോൾ നിങ്ങൾ നോക്കൂ, മോണോടെർപ്പിനോയിഡ് ഇവിടെ എഴുതിയിട്ടുണ്ട്, മോണോടെർപ്പിനോയിഡാണ് മെന്തോൾ. ഓക്കെ, ഇനി ലിമോണിൻ ഞാൻ ഇവിടെ എഴുതിയത് എന്താണ്? മോണോടെർപ്പീനാണ്. ഇവിടെയാണ് പ്രശ്നം, മോണോടെർപ്പീൻ. ആൻഡ് ദിസ് ഇസ് വാട്ട് മോണോടെർപ്പിനോയിഡ്. ടെർപ്പിനോയിഡ് എന്താണ്? ടെർപ്പീനും ടെർപ്പിനോയിഡും തമ്മിലുള്ള ഇവിടെ എന്താ മക്കളെ? ഹെട്രോസൈക്ലിക് ആറ്റം വരുന്നുണ്ട് അല്ലേ? ഇവിടെ ആകുമ്പോൾ കംപ്ലീറ്റ് എന്താണ്? ഹൈഡ്രോ കാർബൺസ് മാത്രമേ ഉള്ളൂ. ഇവിടെ ആര് വരുന്നുണ്ട്? യെസ്, OH ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് വിളിക്കും? യെസ്, മോണോ ടെർപ്പിനോയിഡ് എന്നൊക്കെ നമ്മൾ വിളിക്കും. ഓക്കെ, രണ്ടുപേരും എന്താണ്? മോണോസൈക്ലിക് ആണ്. പക്ഷേ ഇവിടെ ഹൈഡ്രോ കാർബൺ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വിളിക്കും എന്താണ്? മോണോടെർപ്പീൻ. ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഹെട്രോ ആറ്റം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? ടെർപ്പിനോയിഡ് എന്ന് വിളിക്കും. സോ നമ്മുടെ ആൻസർ എന്ത് വരും? യെസ്, ഓപ്ഷൻ സി, മെന്തോൾ എന്ന് വരും. ഇതൊക്കെ നമ്മൾ കുറേ പിക്ചറൊക്കെ കൊടുത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പറഞ്ഞതാണ്. ഇനി ലെസിത്തിൻ്റെത്, ദ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഈസ് ടിപ്പിക്കലി അറ്റാച്ച്ഡ് ടു ഗ്ലിസറോൾ ബാക്ക് ബോൺ അറ്റ് C3. ഓക്കെ, ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് എവിടെയാണ്? C3യിലാണ് ഉള്ളത് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ലെസിത്തിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഐഡൻറ്റിഫൈ ദ സ്റ്റിറോയിഡ് ഹോർമോൺ ഫ്രം ദ ലിസ്റ്റ് എന്നാണ്. സ്റ്റിറോയിഡ് ഹോർമോൺസിൽ ഇവിടെ കോർട്ടിസോൾ, ആൾട്രോസ്റ്റിറോണ്, ആൻഡ്രോജൻസ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എന്താണ്? കോർട്ടിസോളാണ് ആൻസർ. അതാ ഞാൻ പറഞ്ഞത്, നാച്ചുറൽ പ്രൊഡക്ട്സ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ആദ്യം കൊടുത്തൊരു ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് നാച്ചുറൽ പ്രൊഡക്ട്സും അനലിറ്റിക്കൽ പ്രിൻസിപ്പിളും പഠിച്ചു എന്നുള്ളതാണ്. കാരണം ഈ ക്വസ്റ്റ്യൻ മേ ബി എല്ലാവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇനി ദ കൊബാൾട്ട് ആറ്റം പ്രസന്റ് ഇൻ ദ കോർ സ്ട്രക്ചർ ഓഫ് ക്യാരക്ടറിസ്റ്റിക് വൈറ്റമിൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കൊബാൾട്ട് എവിടെയാണ്? വൈറ്റമിൻ B12. ഓക്കെ, വൈറ്റമിൻ B12 അതേപോലെ പറഞ്ഞിട്ടുണ്ട്. ഏതാണെങ്കിലും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. യെസ്. 48. വിച്ച് വൈറ്റമിൻ ഈസ് ക്ലാസിഫൈഡ് ആസ് കെമിക്കലി ആസ് ടെർപ്പിനോയിഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് വൈറ്റമിൻ ആണ് ടെർപ്പിനോയിഡ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? ഇന്റർമീഡിയറ്റ് ഇൻ ദ സിന്തസിസ് ഓഫ് വൈറ്റമിൻ A എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സിട്രാൽ അല്ലേ? സിട്രാൽ നമ്മളിപ്പോൾ കണ്ടു. ടെർപ്പിൻ സിട്രാൽ നമ്മളിപ്പോൾ കണ്ടു അല്ലേ? യെസ്, എന്താണ്? ടെർപ്പിനോയിഡ് ആണ്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യെസ്, വൈറ്റമിൻ A. ഇന്റർമീഡിയറ്റ് ഇൻ ദ സിന്തസിസ് ഓഫ് വൈറ്റമിൻ A. ഓക്കെ, സോ 48 എന്താണ്? A. 49 അഗെയിൻ കൊളസ്ട്രോളിനെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. കൊളസ്ട്രോളിൻ്റെ സ്ട്രക്ചർ അടക്കം എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് തന്നെ വന്നിരിക്കുകയാണ്. അതേ എക്സാക്റ്റ് ആയിട്ട് കൊളസ്ട്രോളിൻ്റെ സ്ട്രക്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 3 6 മെമ്പേർഡ് റിങ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. 3 6 മെമ്പേർഡ് കാർബൺ, ഒരു 5 മെമ്പേർഡ് 1 5 മെമ്പേർഡ് റിങ്. അതായത് ഇതാണ് 1 2 3
3 6 മെമ്പേർഡ്, ഒരു 1 5 മെമ്പേർഡ്, ഡബിൾ ബോണ്ട് ബിറ്റ്വീൻ C5 ആൻഡ് C6, അതാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്, ഡബിൾ ബോണ്ട് C5 ആൻഡ് C6, ആൻഡ് ബീറ്റ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് അറ്റ് യെസ് C3 ആസ് ഇറ്റ് ഈസ് ചോദിച്ചിരിക്കുകയാണ്. സോ 49 ഇസ് ബി. ഓക്കെ, അത് തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ആൻഡ് 50 ഏതാണ് സെസ്ക്യൂ ടെർപ്പീൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്പർ ഓഫ് ഐസോപ്രീൻ യൂണിറ്റ് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ സെസ്ക്യൂ എന്ന് പറയുന്നത് എത്രയാണ്? നമ്പർ ഓഫ് ഐസോപ്രീൻ യൂണിറ്റ് 3 ആയിരിക്കണം. അപ്പോൾ എന്താണോ C15 ആണ് കിട്ടിയിരിക്കുന്നത് അല്ലേ? അപ്പോൾ 15നെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. യു വിൽ ഗെറ്റ് വോട്ട് 3 കിട്ടിയാൽ നമുക്കറിയാം അതെന്താണ്, യെസ് സെസ്ക്യൂ ആണെന്ന് നമുക്കറിയാം. അത്രയേ ഉള്ളൂ കാര്യം. എന്താണോ കൊടുത്തിരിക്കുന്നത് അതിനെ 25നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, എന്തായി 5. അതപ്പോൾ എന്താണ്? സെസ്റ്റർ ആണ്. ഓക്കെ, 10 C10 ആണെങ്കിൽ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? 2 ആണ്. അപ്പോൾ എന്തായിരിക്കും? ദിസ് ഇസ് ആക്ച്വലി മോണോ ടെർപ്പീൻ ആണ്. അപ്പോൾ നമ്മുടെ സെസ്ക്യൂ ടെർപ്പീൻ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അപ്പോൾ 50 ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്ത് നിങ്ങൾ തന്നെ കണ്ടു, എല്ലാം നമ്മൾ പറഞ്ഞത് തന്നെയാണ്. ഓക്കെ, 50 ക്വസ്റ്റ്യനിൽ എല്ലാം തന്നെ നമ്മുടെ ക്ലാസ്സുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇനി അടുത്ത 50 ക്വസ്റ്റ്യനും ഇതേപോലെ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത്രയും ഈസി ആയിട്ടുള്ള എക്സാം ആയതുകൊണ്ട് തന്നെ എന്താണ്, കട്ട് ഓഫ് കുറച്ച് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം. 70+ ഒക്കെ പോകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, കട്ട് ഓഫിൻ്റെ അല്ല ഞാൻ പറയുന്നത്, ഒരു ടോപ്പ് റാങ്ക്. കട്ട് ഓഫിനെ പറ്റി എനിക്ക് വലിയ ഒരു താല്പര്യമില്ലാത്തൊരു വിഷയമാണ്. എന്തിനാണ് കട്ട് ഓഫിനെ പറ്റി സംസാരിക്കുന്നത്? നമുക്ക് നല്ല റാങ്ക് കിട്ടിയാലല്ലേ ശരിക്കും നമുക്ക് ജോലി കിട്ടത്തുള്ളൂ അല്ലേ? അത്ര പോസ്റ്റല്ലേ ഉള്ളൂ. ഇതിലാണെങ്കിൽ ഒരു പോസ്റ്റേ ഉള്ളൂ. ഓക്കെ, അപ്പം ഞാനിത് ഡിസ്കസ് ചെയ്തതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതിനെപ്പറ്റിയൊക്കെ ഒന്ന് അവെയർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നെക്സ്റ്റ് 50 ക്വസ്റ്റ്യനും ഞാൻ നാളെ തന്നെ സോൾവ് ചെയ്ത് തരാം. ഈ സെഷൻ ഞാൻ ഇപ്പോൾ ഒന്ന് റാപ്പപ്പ് ചെയ്യുകയാണ്. നാളെ കൊണ്ട് തന്നെ ഞാൻ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തേക്കാം. എന്തായാലും നല്ല രീതിയിൽ നിങ്ങൾ എക്സാം എഴുതിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഫിംഗർ പ്രിൻ്റ് ഒക്കെ വരാൻ പോവുകയാണ്. അപ്പോൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ മക്കളെ. ഓൾ ദി ബെസ്റ്റ്.